നമസ്കാരം. റിയാസ് സലീമിനെ കണ്ടം വഴി ഓടിച്ചു ഷാനവാസ് എന്ന് വേണം പറയാൻ. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ബിഗ് ബോസ് ഹോട്ടലാക്കി മാറ്റി. 5 സ്റ്റാർ എന്നൊക്കെയാ പറയുന്നത്. കുറച്ചു പേരെ കൊണ്ടുവന്നു ഗെയിമർമാരാണെന്നും പറഞ്ഞ് ചലഞ്ചേഴ്സ് ആണെന്നും പറഞ്ഞാ വരുന്നത്. ഇവര് വന്ന് എന്താണ് ബിഗ് ബോസ് ഹൗസിൽ നടത്തിയിട്ടുള്ളത്? 2-3 ദിവസം വെറുതെ വേസ്റ്റ് ആയെന്ന് വേണം പറയാൻ. ഇതിനകത്ത് വന്ന് ഇവരെ പ്രൊവോക്ക് ചെയ്യാനല്ലാതെ കൊണ്ട് ഈ റിയാസിന് എന്ത് സാധിച്ചു? ഇന്നലെ ശരിക്കും ഒരു പ്രൊവോക്കറാണ്, അയാളൊരു ഗെയിമറല്ല. നമുക്ക് സീസൺ 4 ഇയാൾ വന്നേ. ഇപ്പം പിന്നെ റോബിനുമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വെറുതെ പറഞ്ഞ് അടിവെക്കുന്ന ഒരു പ്രൊവോക്കർ മാത്രമാണ്. അതിവിടെ ബിഗ് ബോസ് അതായിരിക്കും ഉദ്ദേശിച്ചത്. ഏതായാലും ശരി, ബിഗ് ബോസിന്റെ ഉദ്ദേശം നടന്നു. ഇവിടെ വന്ന് ചിലരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഏറ്റവും ഡൗൺ ആയി പോയ ലക്ഷ്മിക്ക് ഒരു ഹൈപ്പ് കൊടുക്കാനും ഒക്കെ സാധിച്ചു. പിന്നെ ആദില നൂറയായിട്ടുള്ള ഇവരുടെ മുൻ ബന്ധങ്ങളോ അല്ലെങ്കിൽ റിലേഷനോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവര് പ്രൊട്ടക്ട് ചെയ്തു നിന്നു. അവര് ഇയാൾക്ക് അടിയറവ് പറഞ്ഞു നിന്നു. ഇത്രയും ഇവിടെ നടന്നിട്ടുള്ളൂ. ഒരു ഹോട്ടൽ ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ള ഒരു സാമാന്യ ബോധം ഇല്ലാത്ത ഒരു അതിഥിയായിപ്പോയി. അങ്ങനെ ഗെയിമറല്ല, പ്രൊവോക്കറായിട്ട് തന്നെ വന്നേക്കുന്നത്. ഒരു കാര്യം ബിഗ് ബോസ് ഏർപ്പെടുത്തുമ്പോൾ അതിന് ഒരു സാമാന്യ ലോജിക്ക് വേണം. കാര്യം ഷാനവാസിനെയാണ് ഇതിനകത്ത് 2 വ്യക്തികളെ സംസാരിച്ചിട്ടുള്ളൂ. ഷാനവാസ്, സുരേഷ്. ഈ ബാക്കിയെല്ലാം റിയാസിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കുറെ സാധനങ്ങളൊക്കെ എങ്ങോട്ട് പോയെന്നറിയത്തില്ല. വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന അനുമോളെ കാണാനില്ല. അതുപോലെ പിന്നെ ഒരിയിൽ എവിടെ പോയി, പിന്നെ പ്രവീണ്, ഇവരൊക്കെ എങ്ങോട്ടെങ്ങോട്ട് പ്രവീണല്ല, സോറി, മറ്റേ സാബുമാൻ, ഇവരൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇവര് ഈ ഹോട്ടലിലെ കുന്തവും പിടിച്ചു നിൽക്കുന്ന കുറെ എണ്ണങ്ങളായിട്ട് മാറി. ഇതൊരു ടാസ്ക് ആയിരുന്നു, വെറുതെ വേസ്റ്റ് ആക്കി എന്നുള്ളേ ഉള്ളൂ. അതുപോലെ തന്നെ ഹോട്ടലിൽ വന്ന് ഒരു ജോലി ചെയ്താൽ നമ്മൾ പ്രതിഫലം കൊടുക്കും. പ്രതിഫലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്ത് ചെയ്യണം? ആളിനെ പറഞ്ഞു വിടാം. ആ തന്നത് പൈസ തിരിച്ചു തന്നേരെ എന്ന് പറയുന്നതാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. അത് തന്നെ ലക്ഷ്മി ഏറ്റുപിടിച്ചു. ലക്ഷ്മിയുടെ ഈ പിന്നെ ഇഷ്യൂ ഇതൊക്കെ ഒന്ന് ലഘൂകരിക്കാനാണ് ഈ പിന്നെ ഓണറുടെ മോളായിട്ട് അതിലെ കൊണ്ടുവരികയും ഇവരെയൊക്കെ ഒരു രീതിയിൽ ഒരു നെഗറ്റീവ്നെസ് മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്തൊരു കളികളായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, എന്താ അവിടെ നടന്നിട്ടുള്ളത്? ഷാനവാസിന് കൊടുത്ത കോയിൻ തിരിച്ചു കൊടുത്തിട്ട് ഇറങ്ങിപ്പോ എന്ന് പറയാൻ ഒരു ഗസ്റ്റിന് എങ്ങനെ അധികാരം? അങ്ങനെ പറയുവാണെങ്കിൽ ആദില എന്തുകൊണ്ട് ബാവളപ്പി ആയിട്ടിരുന്നു? ആദിലയ്ക്ക് പറയാമല്ലോ, ഗസ്റ്റിന്റെ റോളേ ഉള്ളൂ, അതിനപ്പുറമുള്ള റോളുകളൊന്നും ഇല്ല. ഇറങ്ങിപ്പോകാൻ പറയാൻ ഗസ്റ്റിന്, ബിഗ് ബോസിനല്ലാതെ അവിടെ ആരാ സുപ്പീരിയർ പവർ? ബിഗ് ബോസാ. കാണാവാറത്തിരുന്ന് ഏഷ്യാനെറ്റിന്റെ കുറെ ടീമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അനൗൺസ് ചെയ്യുന്ന ഒരാളുണ്ട്, സമയം രാവിലെ 6:30, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളുണ്ട് അവിടെ. ആരാന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളു അവിടെ. അവരൊരു ടീമുണ്ട്, ഏഷ്യാനെറ്റിന്റെ ടീം. ഇത് കണ്ട് 300 പേരോളം ഉണ്ട് ജോലി എന്ന് പറഞ്ഞു. അവരൊക്കെ തന്നെയാണ് ഇതിന്റെ സുപ്പീരിയർ പവർ. ഗസ്റ്റ് വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അയാൾ ഇറങ്ങിപ്പോയാ ഗേറ്റ് തുറന്നു കൊടുക്കും. വെറും ചീപ്പ് കളി കളിച്ച് റിയാസ് ആദിലെയും നൂറയെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തു. ലക്ഷ്മിയെ ജനറൽ മാനേജരാക്കി കുറെ ഹൈപ്പ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ഒരു ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ബെഡും നാപ്കിനും മറിച്ച് ടിഷ്യൂവും പേപ്പറുകളും എല്ലാം കൂടെ വലിച്ചെറിയോ? ഏത് ഗസ്റ്റും ആയിക്കോട്ടെ, VIP ആയിക്കോട്ടെ, ഒരു ഹോട്ടലിൽ വന്ന് സംസ്കാരം ഇല്ലാത്ത ഈ പണി കാണിക്കുമോ അല്ലെങ്കിൽ ചെയ്താൽ ഓണർ നോക്കി നിൽക്കണോ? ഓണറുടെ മോള് നോക്കി നിൽക്കണോ? ജനറൽ മാനേജർ നോക്കി നിൽക്കണോ? ഇവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇവർക്ക് ഈ പ്രതികരിച്ച ഷാനവാസിനെ ഇപ്പം നാളെ ലാലേട്ടൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നെവിനുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഷാനവാസ് ചില കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ചില തെറികളും മറ്റു കാര്യങ്ങളും പറയുന്ന ഒഴിച്ചാൽ അയാള്
ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് ഇപ്പോൾ കൊണ്ടുവന്ന കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഷാനവാസും അനീഷുമാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ജനറൽ മാനേജരും മറ്റവരും മറിച്ചവരും എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയും അവരൊക്കെ റോളുകൾ എടുക്കുന്നെങ്കിലും ഒരു പബ്ലിക്കിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്ന ഇവർ രണ്ടുപേരും മാത്രമാണ്. ഒരിക്കലും ഷാനവാസിനെ എഴുതി വെച്ചോ ശനിയാഴ്ച ലാലട്ടം വരുമ്പോൾ ചിലപ്പോൾ വാണിംഗ് കൊടുക്കും, ചിലപ്പോൾ ശിക്ഷ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വോട്ടിങ്ങിലായാലും മറ്റു കാര്യങ്ങളിലാണേലും അയാളിലൊരു നല്ല അനീഷ് ഷാനവാസ് കോംബോ ബിഗ് ബോസ് യൂസ് ചെയ്യും, പറഞ്ഞു വിടത്തില്ല എന്തായാലും. അപ്പൊ ഇന്നലെ മുതൽ കുറെ പേരങ്ങ് ഇളകിയിട്ടുണ്ട്. ഷാനവാസിനെ പറഞ്ഞു വിട്ടാൽ ബിഗ് ബോസ് ഹൗസില് എന്താകുമെന്ന് എനിക്കറിയത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഇതുപോലൊരു കോംബോ ഒക്കെ അവിടെ വർക്ക്ഔട്ട് ആകുമ്പോൾ ബിഗ് ബോസിന് ഒത്തിരി കണ്ടന്റുകൾ കിട്ടും, കോമഡി ഉൾപ്പെടെ ഉള്ളത്. അപ്പൊ അതൊന്നും കളയാൻ ബിഗ് ബോസ് തൽക്കാലം തയ്യാറാകത്തില്ല. പിന്നെ ചിലപ്പോൾ നോക്കും, പിന്നെ അതിന്റെ ടാസ്ക് വൈസ് ഒക്കെ വരും. ഇപ്പൊ ടാസ്കൊന്നും ഇല്ലല്ലോ, വെറുതെ ഈ കോമാളിത്തരങ്ങളേ ഉള്ളൂ ബിഗ് ബോസിൽ. ഇതുപോലുള്ള കുറെ കോമാളികളെയും കൊണ്ടുവരും. അയാളുടെ കാര്യങ്ങളൊന്നും പറയണ്ട. അയാള് അപവാദങ്ങള് നാട്ടിൽ എത്രയോ ഫെമിനിസത്തിനെതിരെ കിടന്ന് കുറയ്ക്കുന്ന ആളാ. എന്തൊക്കെ നീചമായ വാക്കുകൾ കഴിഞ്ഞ 1 വർഷത്തിന് അയാൾ ഉപയോഗിച്ച റിയാസ്. ഇവരെയൊക്കെ കൊണ്ടത് വെള്ളപൂശാൻ ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവന്നാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? അതിന്റെ നിവിൻ ഷാനവാസ് ഇഷ്യൂ, പിന്നെ അത് ഏത് രീതിയിൽ വരും എന്നുള്ള ഒരു വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തില് ഈ ബിഗ് ബോസ് ഹൗസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നും ഭയങ്കരമായ അടിയാണ്, കൂട്ടയടിയാണ്. അനീഷുണ്ട്, അക്ബറുണ്ട്, ഷാനവാസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ഒരു അടിയുടെ പ്രമോ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അടിയാണ്, ടാസ്ക് ഒന്നുമില്ല. അടി നമ്മൾ കണ്ട് ആസ്വദിക്കുക. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.